ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ജെയിംജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗുരുവായൂർ അമ്പല നടയിൽ ഈ സിനിമ വളരെയധികം പ്രതീക്ഷയുള്ള സിനിമയാണ്. കാരണം എനിക്കോട് കുറെ കാലത്തിന് ശേഷം പൃഥ്വിരാജിന്റെ ഒരു എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കാണാൻ പറ്റുന്ന വിശ്വാസം. ഒന്ന്, പിന്നെ ബേസിൽ രണ്ടുപേരും ആദ്യമായിട്ട് വരുന്ന സിനിമ എന്നുള്ളത്. അപ്പൊ പേരാണെങ്കിലും അതിന്റെ ഫസ്റ്റ് പോസ്റ്റർ ആണെങ്കിലും ഒക്കെ വളരെ പ്രതീക്ഷയുള്ളതായിരുന്നു. മാത്രമല്ല നിഖില വിമലാണ് അതിന്റെ നായികയായിട്ട് വരുന്നത്. ബേസിൽ ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അതിന്റെ ഒഫീഷ്യൽ ടീസർ വന്നിട്ടുണ്ട് ഇന്നലെ. നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ പരിച്ച് കഷ്ടപ്പെട്ട് കിടന്നുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നു. ആദ്യം ടീസർ കണ്ടിട്ട് വരാം. 1 മിനിറ്റ് 49 സെക്കൻഡ് ആണ്. റെഡി. ഫസ്റ്റ് ബേസിലാണ്. നടക്കൂലെന്നൊരു ഉറപ്പില്ലാത്തൊരു കല്യാണം, ഒരു ജീവൻ മരണ പോരാട്ടം. നല്ലൊരു കണി കാണിക്കണേ. നടക്കുന്നൊരു ഉറപ്പില്ലാത്ത കല്യാണം. പ്രിയമേനോൻ പ്രസൻസ്. മ്യൂസിക് ഒക്കെ അടിപൊളിയല്ലേ? ഒരു പഞ്ചപാവ, ഒരു സാധു. വിനു ഒരു മിടുക്കനാ. കൈതോലപ്പറമ്പിൽ വിനു രാമചന്ദ്രൻ. നിന്നെ നേരെ കാണാൻ ഭയങ്കര ഗ്ലാമർ ആണല്ലോടാ. ഇത് ആനന്ദേട്ടനെ കാണുമ്പോ പറയാൻ വെച്ചിരുന്ന ഡയലോഗാ. പക്ഷെ കല്യാണം കഴിക്കാൻ പറ്റി മാത്രം ഇല്ല. പണ്ടൊരു പ്രേമം ഉണ്ടായിരുന്നല്ലേ? എന്താ കഴിച്ചത്? ബർഗറും കോക്കും. നമ്മുടെ അഞ്ജലിനെ കെട്ടിച്ചു കൊടുത്താ നമ്മുടെ വംശം തന്നെ അറ്റുപോകും. അല്ല, വംശം അറ്റുപോകില്ല. അതിനിപ്പോ ഞാനുണ്ടല്ലോ. ഒന്നുമില്ല, കല്യാണം കഴിഞ്ഞാൽ എല്ലാം ശരിയായി. ഞാനല്ല, നിങ്ങളാണ് ആനന്ദേട്ട ഹീറോ. എന്നാ കാണാം, ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് തന്നെ കാണാം. കിഡിലൻ ടീസർ അല്ലേ? കിഡിലൻ ടീസർ. ഞാൻ ശരിക്കും വിചാരിച്ചത് ഇത് തന്നെയാണ്. ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള സാധനം ഇത് തന്നെയാണ് വിചാരിച്ചിരുന്നത്. അല്ലല്ലേ ഇവര്? ഞാൻ അങ്ങനെ വിചാരിച്ച ആദ്യം. പക്ഷെ അത് ആനന്ദേട്ടനെ കാണുമ്പോ പറയാൻ വിചാരിച്ചാണെന്ന് പറയണ്ടല്ലോ. എവിടെ നിന്ന് നേരിട്ട് കാണാൻ ഭയങ്കര ഗ്ലാമറാണോടാ. അടിക്കണ സാധനമൊക്കെ കിഡിലായിട്ടോ. എനിക്ക് നമ്മൾ ബേസിന്റെ അത്തരത്തിലുള്ള സാധനം നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. മാത്രമല്ല ബേസിൽ സൂപ്പറായിട്ട് കൈകാര്യം ചെയ്യും, ഒരു ഡൗട്ടും അതിലില്ല. അതെ, പൃഥ്വിരാജ് ടീസറിൽ പൊളിച്ചിട്ടുണ്ട്. അത് പൊതുവെ എനിക്ക് ഇത്തരത്തിലുള്ള കോമഡി സാധനം കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു അത്ര സുഖം കിട്ടാറില്ല. ഐ മീൻ, അങ്ങനെ ഇറങ്ങിച്ചെന്ന് അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലാണ്ട് നമ്മൾ കണ്ടിട്ടുമില്ല. അതുകൊണ്ടായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതിലും പുള്ളി കസറും മിക്കവാറും. കാരണം ഒരു കോംബോ, ഒന്ന് അപ്പുറത്ത് നിൽക്കുന്ന ബേസിലാണ്. ആ ബേസിലിന്റെ ഒരു എനർജി ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. പിന്നെ ഇതില് പുള്ളിന്റെ ചിരിയും രണ്ടുപേരും ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന്റെ BGM-ഉം അത് എല്ലാം രസമായിട്ടുണ്ടല്ലേ? ഭയങ്കര കാണാം. നമുക്ക് ഗുരുവായൂർ അമ്പലം നടയിൽ വെച്ച് തന്നെ കാണാം. അത് എന്താ സംഭവം? ആ കല്യാണം അതോടനുബന്ധിച്ചുള്ള എന്തൊക്കെയോ പരിപാടികളാണ്. തുടക്കത്തിൽ പറയുന്ന പോലെ നടക്കാൻ ഒരു സാധ്യത ഇല്ലാത്ത കല്യാണം. മറ്റേ കണിയൊക്കെ ഓർമ്മ വരാതെ പാണ്ടിപ്പടല് പുള്ളി പറയില്ലേ, ധനലാഭം. എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്, ഹരിശേഷവന്റെ. എനിവേ, സൂപ്പർ ടീസർ. നിനക്കെന്ത് തോന്നുന്നത്? വൈ യു ഡോണ്ട് മിണ്ടാതിരിക്കൽ? പറയൂ. പിന്നെ അനശ്വര രാജൻ ഉണ്ട്, നിഖില ഉണ്ട്. രണ്ടാളെ ക്യാരക്ടറും നല്ലതാണ്. അനശ്വര അടിപൊളിയാണ്. നിഖിലിന്റെ അധികം ഒന്നും കാണിച്ചു തന്നിട്ടില്ല. അനശ്വര സൂപ്പറായി. മുമ്പൊരു പ്രണയം ഉണ്ടായിരുന്നല്ലേ, നമുക്ക് ചോദിക്കണതും ആ നൃത്തമൊക്കെ അടിപൊളിയായിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു പൊളപ്പൻ സാധനമായിരിക്കും. പിന്നെ സ്വന്തം ഡയറക്ടർ വിപിൻ ദാസ്, ജയ കിഡിലൻ സിനിമയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊരു അതിനും മുകളിൽ പോകുന്ന ഒരു സിനിമയാണ് സാധ്യത ഉണ്ടെന്ന് ടീസർ കാണുമ്പോൾ തോന്നുന്നു. ബാക്കി നമ്മൾ ട്രെയിലറും മറ്റു നമ്മൾ കണ്ടിട്ട് പറയുന്നതായിരിക്കും നല്ലത് അല്ലേ? സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെയായിട്ട് കാണുന്നവരെ